ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്വേഡ് ക്രാക്കിംഗ് അറ്റാക്സ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. സോ ആദ്യം നമുക്കൊരു ലാബ് വേണം, അല്ലെങ്കിൽ ഒരു കുറെ പാസ്വേഡ് ഹാഷസുകൾ വേണം, അല്ലെങ്കിൽ സൈഫറുകൾ വേണം. സോ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രൈ ഹാക്മിയുടെ ഒരു ലാബാണ്, ക്രാക്ക് ദി ഹാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂം, അല്ലെങ്കിൽ ഒരു റൂമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്രാക്ക് ദി ഹാഷ് എന്ന് പറയുന്ന ഈ ഒരു റൂം ആക്സസ് ചെയ്യാം. ദെൻ അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ രണ്ട് ലെവലായിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്, ലെവൽ 1 ആൻഡ് ലെവൽ 2. ദെൻ ഇവിടെ ഒരുപാട് ഹാഷസുകൾ ഉണ്ട്, അത് നമുക്ക് ക്രാക്ക് ചെയ്യണം. ഓക്കെ, എങ്ങനെയെങ്കിലും ഹാഷ് ക്രാക്ക് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൂളുകൾ ഏതൊക്കെ, മെത്തേഡുകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു റൂം ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ടൂളുകൾ മനസ്സിലാക്കാനുണ്ട്. ദെൻ ടൂളുകൾ മാത്രമല്ല, പാസ്വേഡ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേർഡ് ലിസ്റ്റുകൾ വേണം. സോ ഏതൊക്കെ വേർഡ് ലിസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഒരു മെത്തേഡ് ക്രാക്ക് ചെയ്യുമ്പോൾ, ഒരു സൈഫർ ക്രാക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹാഷിനെ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യമുണ്ട്. ആ ഹാഷ് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ മെത്തേഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹാഷ് കിട്ടിക്കഴിഞ്ഞാൽ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹാഷ് വാല്യൂ ഞാനത് കോപ്പി ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് ട്രൈ ഹാക്മിന്റെ ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിന്റ് ഫോളോ ചെയ്യാം, അതായ രീതിയിൽ അത് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഹാഷ് കോപ്പി ചെയ്യുന്നു. ദെൻ നമുക്ക് കുറെ ഓൺലൈൻ സൈറ്റുകളുണ്ട്, നമ്മൾ ടൂളുകളൊക്കെ പരിചയപ്പെടാം. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറെ ഓൺലൈൻ സൈറ്റുകളുണ്ട് നമുക്ക് ഈ പാസ്വേഡുകളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ളത്. സിമ്പിൾ ആയിട്ട് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആവശ്യമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ വഴിയും നോക്കണം. എന്താണ് ക്രാക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ സൈബർ ഷെഫ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇതുപോലെ ഒരുപാട് ഓൺലൈൻ ഡീകോഡ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ പറ്റും. ഓൺലൈൻ 360 URL എൻകോഡർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വെബ്സൈറ്റുകളും പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രധാനപ്പെട്ട രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് ക്രാക്ക് സ്റ്റേഷൻ, സൈബർ ഷെഫ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിലിപ്പോ ക്രാക്ക് സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ഹാഷ് ഞാൻ ഇവിടെ ഇടുന്നു, ഹാഷ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ദെൻ അത് ഞാൻ ക്രാക്ക് ചെയ്യാൻ പറയുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത് ക്രാക്ക് ആയിട്ട് കിട്ടി. അവർ തന്നെ ആ ടൈപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവർ തന്നെ അത് ക്രാക്ക് ചെയ്തു. എന്താണ് റിസൾട്ട്, ഈസി എന്നുള്ളതാണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. സോ നമുക്ക് ഹിന്റ് ഫോളോ ചെയ്ത് ചെയ്യാമായിരുന്നു. MD5 എന്നുള്ള ഒരു ഹാഷ് നെയിം, അവർ യൂസ് ചെയ്തിരിക്കുന്ന ഹാഷിംഗ് അൽഗോരിതം എന്താണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്, MD5 എന്നുള്ളതാണ്. സോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പോകാമായിരുന്നു, പക്ഷെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നേരെ ഇട്ടപ്പോൾ തന്നെ അതെന്തായിട്ടുണ്ട്, അത് ക്രാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതേപോലെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസുകൾ നമുക്കുണ്ട്, ഓൺലൈൻ വെബ്സൈറ്റുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു പാസ്വേഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു രീതിയിൽ കാണിച്ചത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് നെക്സ്റ്റ് ഹാഷ് നമ്മൾ എടുക്കുവാണ്. ഇവിടെ തൊട്ട് നമുക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹാഷ് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു. ദെൻ ഏതൊരു ഹാഷ് ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫയലായിട്ട് അതൊന്ന് സൂക്ഷിച്ചു വെക്കാം. ഇനി ടൂൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഫയൽ ഞാൻ എന്ത് ചെയ്തു, ആ ഹാഷ് കൊടുത്തു, #2. ഓക്കെ, ഇപ്പോഴും എന്തായി, ഇങ്ങനെയും എനിക്കൊരു ഫയൽ ഞാൻ എന്ത് ചെയ്തു, #2 എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. #2 നമ്മളുടെ കണ്ടന്റ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഹാഷ് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മെത്തേഡ് എന്താണ് എന്നുള്ളത് നോക്കണം. നമുക്ക് ഹിന്റ് ഉണ്ട്, ഹിന്റ് ഫോളോ ചെയ്യാം. അല്ല, നമുക്ക് ഈ മെത്തേഡ് എന്താന്ന് നോക്കണം. നമുക്ക് ഒരുപാട് ടൂളുകൾ ഉണ്ട്, അതിലൊന്നാണ് HashID എന്ന് പറയുന്ന ഒരു ടൂളാണ്. ലിനക്സിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും HashID. ദെൻ ഞാൻ എന്ത് ചെയ്തു, ആ ഫയൽ നെയിം കൊടുത്തു. സോ
അവർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗസ്സിങ് ചെയ്തിട്ടാണ് റിസൾട്ട് തരുന്നത്. എക്സാക്റ്റ് റിസൾട്ട് അല്ല ആണ് നമ്മളുടെ മുന്നിൽ ഇടുന്നത്. ഷാവൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഡബിൾ ഷാവൺ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഓർഡർ കണ്ടിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണ്ട. മേ ബി ചില സമയങ്ങളിൽ നമ്മളുടെ എക്സാക്ട് മെത്തേഡ് കാണിക്കുന്ന ചിലപ്പോൾ ലാസ്റ്റ് ഒക്കെ ആയിരിക്കാം. ഈ ലിസ്റ്റിലുള്ളതാണ് പ്രയോറിറ്റി എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഹാഷിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്ത മെത്തേഡ് ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇനി ഹിന്റ് നോക്കാം. ഹിന്റ് നോക്കുന്ന സമയത്തും അവർ പറയുന്നുണ്ട് ഷാ ആണ്, പക്ഷെ ഏത് വേർഷൻ ആണെന്ന് അവർ പറഞ്ഞു തരുന്നില്ല. ഷാ ബട്ട് വിച്ച് വേർഷൻ. ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഷാ ആണ്. ഇവിടെ നമുക്ക് ഇവിടെ ഷാ വെച്ചിട്ട് ആകെ ഒന്നേ കാണുന്നുള്ളൂ. സോ ഷാ വൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ മെത്തേഡ് ഏതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. സോ ഏതൊരു ഹാഷും സൈഫറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, സൈഫർ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ആ മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളിവിടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ജോൺ ദ റിപ്പർ ആണ്. ജോൺ ദ റിപ്പർ ഞാൻ പറഞ്ഞു. ജോൺ ദ റിപ്പർ എന്ന് പറയുന്ന ടൂള് ആണ് ജിയോ ആയിട്ടുണ്ട്. ഒരു ജിയോ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജോൺ ദ റിപ്പർ എന്ന് പറയുന്ന നമ്മൾ CLI യൂസ് ചെയ്യുന്ന സമയത്ത് ആ ടൂൾ എന്താണ്, ജോൺ എന്നാണ്. ഓക്കെ, CLI ആ ടൂളിന് പറയുന്ന പേര് ജോൺ എന്നാണ്. എന്നാൽ അതിന്റെ ജിയോ പേരാണ് ജോൺ ദ റിപ്പർ. ആ ടൂളിന്റെ പേരും ജോൺ ദ റിപ്പർ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ CLI ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, ടെർമിനൽ വഴി യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേര് ജോൺ എന്നാണ്. ജോൺ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോൺ -h എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹെൽപ്പ് കമാൻഡ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോൺ വെച്ചിട്ടാണ് ക്രാക്ക് ചെയ്യുന്നത്. ജോൺ വെച്ചിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ ഫോർമാറ്റ് ഏതാണെന്ന് അറിയണം. ഈ ഫയലിന്റെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, ഷാവൺ ആണ്. എന്നാൽ ഷാവണ് ഈ പറയുന്ന ജോൺ ദ റിപ്പറിൽ ഇതിന്റെ പേര് ഷാവൺ തന്നെ ആയിരിക്കണം എന്നില്ല. മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്താലല്ലേ ക്രാക്ക് ചെയ്യുള്ളൂ. സോ നമ്മൾ ആ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മെത്തേഡ് ഏതാണ്, ഷാവൺ ആണ്. പക്ഷെ ജോൺ അത് ഏത് യൂസ് ചെയ്യുന്നു എന്നറിയില്ല. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, -ലിസ്റ്റ് ഈക്വൽ ടു ഫോർമാറ്റ്സ് then grep -i ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഷാവൺ എന്ന് പറയുന്ന ടേം അതിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. സോ grep ഷാവൺ ഇവിടെ ഷാവൺ എന്ന് അവരെങ്ങനെ കൊടുത്തത്, ഈ രൂപത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഷാ എന്ന് മാത്രം വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. ഗ്രപ്പ് -i ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിലുള്ള ഇത് കാണിച്ചു തരും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മൾ കിട്ടിയ റിസൾട്ടിലൊക്കെ SHA ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ. അപ്പം കേസ് നോക്കണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ -i എന്നുകൂടിയും കൊടുക്കുക. ഇപ്പൊ നോക്കിയാൽ -i കൊടുത്ത സമയത്ത് സ്മോൾ ലെറ്ററിലുള്ളതും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതില് നമ്മളുടെ ഷാവൺ എന്താണ്, നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു ഷാവൺ നോർമൽ ഷാവൺ ആണ്. ഇതിന്റെ കൂടെ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ നോർമൽ എന്നുള്ളത് നമ്മൾ ജോണിലേക്ക് വരുന്ന സമയത്ത് റോ എന്നാണ് കാണിക്കുക. കണ്ടോ, റോ ഷാവൺ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക റോ ഷാവൺ ഉണ്ടോ, ഉണ്ട്. റോ ഷാവൺ എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ആ മെത്തേഡ് കോപ്പി ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ജോൺ എന്നുള്ള ടേം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്രാക്ക് ചെയ്യുന്നു. ജോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോൺ നമ്മളുടെ വേർഡ് ലിസ്റ്റ് നമ്മൾ എന്താണ് #2 then format equal to rashovan എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇത് കൊടുക്കുന്ന സമയത്ത് ഞാനിത് മുമ്പ് പല ക്ലാസ്സുകളിലും കാണിച്ചു കൊടുത്തോണ്ട് ഓൾറെഡി ഇത് എൻ്റെ കമ്പ്യൂട്ടറിൽ എന്താണ് ക്രാക്ഡ് ആണ്. ക്രാക്ക് ആയതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, അവരിത് ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഓൾറെഡി ഇതേപോലെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്രാക്ക് ചെയ്യില്ല. അത് നമ്മളുടെ ഹിസ്റ്ററി തന്നെ ഉണ്ടാകും, സ്റ്റോർ ചെയ്ത് വെക്കും ജോൺ എന്ന് പറയുന്ന ടൂള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളത് കാണണമെന്നുണ്ടെങ്കിൽ --ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താന്നുള്ളത് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഓൾറെഡി ഞാനത് ക്രാക്ക് ചെയ്തത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്,
ഇവിടെ അവർ പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇത് ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ലോഡഡ് 1 പാസ്വേഡ് ഹാഷ് ഓൾറെഡി ഒന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേർഡ് ലിസ്റ്റ് പ്രകാരം ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാഷ് നേരത്തെ ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പാസ്വേഡ് 123 എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോൺ ഹാഷ് മൈനസ് മൈനസ് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് എന്താന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ ഹിസ്റ്ററി റിമൂവ് ചെയ്യുന്നു. .port എന്ന് പറയുന്ന ഫയൽ ഉണ്ട്, അവരുടെ കേച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഹിസ്റ്ററി സൂക്ഷിച്ചു വെക്കുന്നത് ഞാനത് റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും സ്കാൻ ചെയ്യുന്ന സമയത്ത് സ്കാൻ ആവുന്നു, കണ്ടോ, അല്ല ക്രാക്ക് ആവുന്നത് കണ്ടോ, പാസ്വേഡിന് ജോണ് നമ്മളുടെ ഹാഷ് ഫയൽ ഫോർമാറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അത് ക്രാക്ക് ചെയ്യും. ദെൻ ഒരു വേർഡ് ലിസ്റ്റ് വേണമല്ലോ, ഇവരെപ്പോഴും ഒരു ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. അതാണിത്, യൂസർ ഷെയർ ജോൺ പാസ്വേഡ് .lst എന്ന് പറയുന്ന ഒരു ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് ഇവരെപ്പോഴും യൂസ് ചെയ്യും. അതാണ് ജോണിന്റെ പ്രത്യേകത. ജോണ് ഒരു ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. നമ്മൾ വേർഡ് ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഇവിടെ വേർഡ് ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, സോ ജോൺ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട്, ഇതാണ് ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു #2 എന്ന് പറയുന്ന ഹാഷിനെ ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യാണ്, അത് ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെതായ ഒരു ചെറിയൊരു സമയം അതെടുക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അവർ ഈ ഒരു പാസ്വേഡിനെ ക്രാക്ക് ചെയ്യും. ആ പാസ്വേഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അത് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അത് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രാക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ് മൈനസ് ഷോ എന്ന് കൊടുത്താൽ മതി, അത് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു തവണ നമ്മൾ ക്രാക്ക് ചെയ്തതിന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. സോ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റിൽ ആ ഒരു പാസ്വേഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേർഡ് ലിസ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ വേർഡ് ലിസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഡയറക്ടറിയാണ് ഞാൻ വേറൊരു ടാബിൽ കാണിച്ചു തരാം. വേർഡ് ലിസ്റ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ട്. അതുണ്ടാവുന്ന ഡയറക്ടറിയാണ് യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു റെഡ് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടാവില്ല. അതിനർത്ഥം rocky.txt എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ലിസ്റ്റ് അവിടെ കംപ്രസ്ഡ് ഫോമിലാണ്, അത് അൺസിപ്പ് ചെയ്തിട്ടില്ല, ഡീകംപ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഫോൾഡറിനകത്ത് ഒരുപാട് ടൂളുകളുടെ വേർഡ് ലിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ജോണ് ഇതിന്റെ ബാക്കിൽ ഷെയർ എന്ന് പറയുന്ന ഫോൾഡറിലാണ്, ബാക്കി കുറെ വേർഡ് ലിസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ദെൻ മറ്റു ചില വേർഡ് ലിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. സോ ഈ വേർഡ് ലിസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ പാസ്വേഡ് ക്രാക്കിങ്ങിന് യൂസ് ചെയ്യാം. സോ ഇത് അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട എന്താണ്, ഗൺസിപ്പ് ദെൻ rocky.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇത് അൺസിപ്പ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഡീകംപ്രസ്ഡ് ആയിട്ട് ഇതേപോലെ rocky.txt എന്ന് പറയുന്ന ഒരു ഫയലായിട്ട് വരും. സോ എന്താണ് ഈ rocky.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വേർഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഡ് ലിസ്റ്റുകളൊക്കെ അതിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്രയും വലിയ കൗണ്ട് ഉണ്ട്, അത്രയും എണ്ണം വേർഡുകൾ അതിലുണ്ട്. സോ മൊത്തം നമ്മളുടെ ടെർമിനലിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിവിടെ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കുന്നു, wc-l rocky.txt എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, 1,43,00,000 വേർഡ്സുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, എത്ര ലൈൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 1,43,00,000 ലൈൻസുകൾ ഇവിടെ ഉണ്ട്, വേർഡ്സുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് rocky.txt എന്ന് പറഞ്ഞാൽ അതിലുള്ള വേർഡ്സുകൾ ഞാൻ കുറച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കാറ്റ് അടിക്കരുത്, കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെർമിനൽ കംപ്ലീറ്റ് ആവും, ടെർമിനൽ സ്റ്റക്ക് ആവും, ലിനക്സ് സ്റ്റക്ക് ആവും. സോ ലെസ് അടിച്ചിട്ട് മാത്രം അത് റീഡ് ചെയ്യാം. ഈ ലെസ് അടിക്കുമ്പോൾ മെറിറ്റ് എന്താണ്, ആവശ്യമുള്ള കുറച്ച് മാത്രം സ്ക്രീനിൽ ലോഡ് ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടോ ഇത്രയും വേർഡ്സുകൾ അതിനകത്തുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നും ആവാം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വേർഡ് ലിസ്റ്റുകൾ, പാസ്വേഡുകളുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ടാകും. ഓക്കെ, എക്സിറ്റ് അടിക്കാന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് കൊടുത്താൽ മതി, അപ്പോൾ അത് എക്സിറ്റ് ആയിക്കോളും. അപ്പൊ ഇതിനുള്ളിൽ അത്രയും വേർഡ്സുകൾ ഇതിനകത്തുണ്ട്, 1,43,00,000 സംതിങ് എന്തുണ്ട് വേർഡ്സുകൾ ഇതിലുണ്ട്.
സോ നമുക്ക് ഈ ഒരു വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എന്ത് കൊടുക്കുന്നു, ജോൺ, യെസ്, ജോൺ #2 എന്ന് പറയുന്ന നമ്മളുടെ ഫയൽ ഇതല്ല, യെസ്, ഞാൻ എന്ത് ചെയ്യുന്നു, ജോൺ നമ്മളുടെ ഫയൽ ക്രാക്ക് ചെയ്യേണ്ട ഫയലിന്റെ പേര്, ദെൻ ഫോർമാറ്റ് ഏതാണ്, ദെൻ വേർഡ് ലിസ്റ്റ് ഏതാണ് എന്ന് കൊടുത്തു, എൻ്റർ കൊടുക്കുന്നു. സോ അതിനകത്ത് എന്തുണ്ട്, എൻ്റെ പാസ്വേഡ് ഉണ്ട്. ഇതാണ് ഈ പറയുന്ന #2 എന്ന് പറയുന്ന ഹാഷിന്റെ പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ, മാച്ച് ചെയ്ത് വരുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ ഇതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഹിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ എന്ത് ചെയ്തു, ഹാഷ് ID യൂസ് ചെയ്തിട്ട് ആ മെത്തേഡ് ഏതാണെന്ന് നോക്കി. ദെൻ മെത്തേഡ് നമ്മൾ ജോണിൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടോ നോക്കി. ജോണിൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അതിന്റെ പേര് റോ #1 എന്നാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അത് ക്രാക്ക് ചെയ്തു. ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റിൽ അതിന്റെ പാസ്വേഡ് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, അഡീഷണലി മറ്റൊരു വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ക്രാക്ക് ചെയ്തു. ആ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യാനാണ് -w = എന്ന് പറഞ്ഞു കൊടുത്തത്, ആ വേർഡ് ലിസ്റ്റിന്റെ പാത്ത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഈ ഒരു വേർഡ് ലിസ്റ്റിന്റെ പാത്താണ് അവിടെ കൊടുത്തത്. യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് roq.txt എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ക്രാക്ക് ആയി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടൂൾ ഇതേപോലെ, നെക്സ്റ്റ് ഹാഷ് ഇതേപോലെ ക്രാക്ക് ചെയ്യാൻ നോക്കുന്നു. നേരെ ഞാനോ എന്താണ് #3, നേരത്തെ പറഞ്ഞാൽ എക്കോ വെച്ചിട്ടും സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ഹാഷ് സേവ് ചെയ്തു, #3. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ക്രാക്ക് ചെയ്യണം. സോ നമുക്ക് ഹാഷ് ID വെച്ചിട്ട് നോക്കാം. ഇനി അല്ല, ഹാഷ് ID അല്ലാതെ വേറെയും മെത്തേഡ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറെ കൂടിയുണ്ട്, ഹാഷ് ഐഡന്റിഫയർ. ഓക്കെ, ഹാഷ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഹാഷ് ഇങ്ങനെ കൊടുക്കാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവർ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്താണ് ഒരു സജഷൻസ് ആണ്. ഇവിടെ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്, SHA-256 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, Ctrl+C അടിച്ച് പുറത്തിറങ്ങി. SHA-256 ആണ് എന്നുള്ളതൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെയും അവരും ഇത് ഷാ എന്ന് മാത്രം പറയുന്നു. ഏതാണ് വേർഷൻ എന്നുള്ളതിനെ പറ്റി അവരും ഐഡിയ തന്നിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്താണ് ഇവിടുന്ന് മനസ്സിലായി, SHA-256 ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. സോ ദ സെയിം വേ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോൺ വെച്ചിട്ട് നമ്മൾ ഫോർമാറ്റ് തപ്പും. ജോണിൽ എന്തുണ്ട്, അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടോ നോക്കും. --ലിസ്റ്റ് ഫോർമാറ്റ് SHA-256 നോർമൽ ആണ്. അപ്പൊ റോ SHA-256 ഇതാ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെയും ക്രാക്ക് ചെയ്യാം. ജോൺ #3 മാറ്റി, ഇത് മൂന്നാമത്തെ ഫയല്. ദെൻ മെത്തേഡ് നമ്മൾ മാറ്റി, എന്താണ് റോ SHA-256 എന്നാണ്. സോ നമ്മൾ അതും മാറ്റി. ദെൻ വേർഡ് ലിസ്റ്റ് roq.txt തന്നെ. ഓക്കെ, എൻ്റർ അടിക്കുന്നു. യെസ്, നമുക്ക് എന്തായി, ക്രാക്ക് ആയി വന്നു. ഒരു തവണ നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്രാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രാക്ക് ചെയ്യില്ല. ഈ മിസ്റ്റേക്ക് ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇത് മിസ്റ്റേക്ക് അല്ല, അവർ പറയുന്നതാണ്, ഇതൊരു തവണ നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ ആ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ വെച്ചിട്ട്, ആ ഒരു ഹാഷ് ഫയൽ ഇവിടെ വെച്ചിട്ട് എന്ത് കൊടുത്താൽ മതി, ഷോ എന്ന് കൊടുത്താൽ മതി. ആ മെത്തേഡും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്രാക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ആ മെത്തേഡും കൂടി വേണം. --ഷോ. അപ്പൊ എന്തായി, ഇവിടെ അത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാണിച്ചു തരും. രണ്ടാമതൊന്നുകൂടി ക്രാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കാണിച്ചു തരും. നമ്മൾ ഫോർമാറ്റ് വെച്ചിട്ടാണ് അത് ഇതേപോലെ ക്രാക്ക് ചെയ്തത്. നമ്മൾ തൊട്ട് മുന്നേ ഫോർമാറ്റ് വെച്ചിട്ടല്ലേ ക്രാക്ക് ചെയ്തത്. ഇത് ഫോർമാറ്റ് വെക്കാതെയും ക്രാക്ക് ചെയ്യാൻ പറ്റൂട്ടോ, പക്ഷെ സമയം എടുക്കും, പെട്ടെന്ന് കിട്ടുക. കാരണം അവർ വേറെ ഫോർമാറ്റുകളൊക്കെ മാച്ച് ചെയ്ത് നോക്കി ഇതാന്ന് അറിഞ്ഞിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. സോ അപ്പോൾ ഒരുപാട് സമയം എടുക്കും. മെത്തേഡ് ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ക്രാക്ഡ് ആയിട്ട് കിട്ടും.
ഒരു തവണ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പാസ്വേഡ് ഹാഷ് ഉണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അത് -- ഷോ എന്ന് കൊടുത്താലേ അത് കാണാൻ സാധിക്കുള്ളൂ. വേർഡ് ലിസ്റ്റ് ഒഴിവാക്കാം. മെത്തേഡ് കൊടുത്തിട്ടാണ് തൊട്ട് മുന്നേ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ മെത്തേഡ് കൂടി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മെത്തേഡും കൊടുക്കേണ്ട ആവശ്യമില്ല, -- ഷോ എന്ന് മാത്രം ആ ഫയലിന്റെ കൂടെ കൊടുത്താൽ മതി. ജോൺ #3 -- ഷോ എന്ന് കൊടുത്താലും കിട്ടും. ഇവിടെ നമ്മൾ മെത്തേഡ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെത്തേഡ് കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തതും നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അടുത്ത ഒരു ടൂള്, അടുത്തത് കൂടി ഏതാണ്, ഇതാ ഇവിടെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ദെൻ ഇത് ഏതാണ് മെത്തേഡ്, നമുക്കതും എന്ത് ചെയ്യാം, ഇതൊരു ഫയലിലേക്ക് സേവ് ചെയ്യാം. നാനോ #4 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഹാഷ് കാണാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തൊട്ട് മുന്നേ #ID ഐഡന്റിഫയർ എന്നുള്ള ടൂളുകൾ പഠിച്ച പോലെ തന്നെ മറ്റൊരു ടൂളാണ് ഹൈദി എന്ന് പറയും. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജം ഇൻസ്റ്റാൾ ഹൈദി എന്ന് കൊടുക്കാം. ജം ഇൻസ്റ്റാൾ ഹൈദി ഹാഷ്. ജം ഇൻസ്റ്റാൾ ഹൈദി ഹാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പുതിയ ടൂള് ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മൾ ഹൈദി വെച്ചിട്ട് അത് റൺ ചെയ്യും. ഫസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ എൻ്റർ കൊടുക്കുക. ഹൈദി ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അവർ ഏത് തരം മെത്തേഡാണ് യൂസ് ചെയ്തതെന്നുള്ളത് ജോൺ ദ റിപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. #cat എന്ന് പറയുന്ന ടൂളിൽ നമുക്ക് കാണാൻ പറ്റും. സോ #cat എന്നുള്ള ടൂൾ നമുക്ക് ഇനി അടുത്ത പഠിക്കാനുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. അപ്പൊ ജോൺ ദ റിപ്പർ എന്ന് പറയുന്ന ടൂളിൽ അതിന്റെ പേരെന്താന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട്. #cat നമ്പറാണ് കാണിക്കുക, മോഡ് നമ്പർ എന്ന് പറയും. നമുക്ക് നെക്സ്റ്റ് #cat എന്താണെന്ന് പഠിക്കാം. #cat വഴി നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ #cat ഇതിന്റെ കോഡ് എന്താണെന്നുള്ളതും കാണിച്ചു തരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ടൂളുകൾ #ID അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് ഹൈദി ആ മോഡും കാണിച്ചു തരും. #cat ആണെങ്കിൽ അതിന്റെ മോഡ് കാണിച്ചു തരും. ജോൺ ദ റിപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരും കാണിച്ചു തരും, ഏത് മെത്തേഡാണ് അവരവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കിനി എന്താണ് #cat എന്താന്നുള്ളത് നോക്കാം. #cat ഇതേപോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് #cat എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ പോലെ ജോൺ ദ റിപ്പറിനേക്കാളും കൂടുതൽ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് #cat എന്ന് പറയുന്നത്. ദെൻ #cat ഉപയോഗിക്കുമ്പോൾ നമ്മൾ #catന്റെ കൂടെ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. #cat ഫസ്റ്റ് നമ്മൾ പറയുന്നത് #catന്റെ അറ്റാക്കിംഗ് മോഡ് നമ്മൾ -A വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. നമ്പർ വെച്ചിട്ടാണ് -A0, -A1, -A3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. #catന്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇത് എന്നുള്ള കാര്യം പറയാം. നമ്മൾ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേർഡ് ലിസ്റ്റ് ഒപ്പം കൊടുക്കുന്നുണ്ടാവും. ആ വേർഡ് ലിസ്റ്റ് വെച്ചിട്ട് വേർഡ് ലിസ്റ്റിനുള്ളിലുള്ള വേർഡിനെ ഡയറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക. നമ്മൾ കൊടുക്കുന്ന ഹാഷിനെയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൈഫർ ടെക്സ്റ്റിനെയോ വേർഡ് ലിസ്റ്റിലുള്ള വേർഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നതാണ് സ്ട്രൈറ്റ്. നമ്മൾ നേരെ 0 എന്ന് കൊടുക്കും. ദെൻ 1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പിനേഷൻ. നമ്മളവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേർഡ് ലിസ്റ്റ് കൊടുത്തു. ദെൻ വേർഡ് ലിസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില വേർഡുകൾ കൂടിയും കൊടുത്തു. ഓക്കെ, ഉദാഹരണത്തിന് വേർഡ് ലിസ്റ്റിൽ PHP എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്ട്രാ .txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ php.txt എന്നായി. വേർഡ് ലിസ്റ്റ് നിന്ന് PHP എന്ന് എടുക്കും, നമ്മൾ .txt എന്ന് വേറെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കമ്പൈൻ. അല്ലെങ്കിൽ രണ്ട് വേർഡ് ലിസ്റ്റുകൾ കമ്പൈൻ ചെയ്യുക. ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സ് കൊടുക്കും, A മുതൽ Z വരെ, ഓക്കെ, 0 മുതൽ 9 വരെ. എന്നിട്ട് അതിലുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് 8 അക്ക നമ്പറാണോ 7 അക്ക ആണോ 5 അക്ക ആണോ അതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 അക്കം വേണം. ഇതാണ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് A മുതൽ Z വരെയും 0 മുതൽ 9 വരെയും വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അക്ഷരങ്ങൾ മാറ്റി മാറ്റി കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യും, ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ബ്രൂട്ട് വേർഡ് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും അവർ അറ്റാക്ക് നടത്താം. ഓക്കെ,
ദെൻ മൾട്ടിപ്പിൾ വേർഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ വേർഡ് ലിസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ചില വേർഡുകൾ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ .txt എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ അത് തിരിച്ചും മറിച്ചുമാണ് ഇത് വരുന്നത്. ദെൻ പിന്നെ വരുന്നത് അപ്പൊ നമ്മൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ഏതായിരിക്കും, 0 വേർഡ് ലിസ്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 0, ബ്രൂട്ട് ഫോഴ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 യൂസ് ചെയ്യും. ദെൻ കമ്പൈൻ ചെയ്തിട്ട് 2 വേർഡ് ലിസ്റ്റിനെ കമ്പൈൻ ചെയ്തിട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ കോമ്പിനേഷൻ യൂസ് ചെയ്യും. ദെൻ എക്സ്ട്രാ ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മാസ്ക്, ഹൈബ്രിഡ് വേർഡ് ലിസ്റ്റ്, മൾട്ടിപ്പിൾ വേർഡ് ലിസ്റ്റ് പ്ലസ് നമ്മളിങ്ങനെ .txt എന്നോ .php എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ @123 എന്നോ എന്ത് വേർഡായാലും വേണ്ടില്ല, അവസാനം @123 വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം അതുകൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അറ്റാക്കിംഗ് മോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ സെറ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രൂട്ട് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ സെറ്റ് കൊടുക്കണം. അത് എങ്ങനെയാണ്, ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, 0 to 9 ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 0, 9 ഇങ്ങനെ കൊടുക്കണം. ഹെക്സാഡെസിമൽ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി കൊടുക്കണം, ഓരോന്നോരോന്ന് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഇവിടെ ഇതെന്താണ്, ഓരോന്നിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. D4 നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ നമ്പറുകൾ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ഇത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, L എന്നാണെന്നുണ്ടെങ്കിൽ ലോവർ കേസ് ആയിരിക്കും, U എന്നാണെന്നുണ്ടെങ്കിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും, D എന്നാണെങ്കിൽ ഡെസിമൽ നമ്പർ 0 to 9, H എന്നാണെന്നുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ, H ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ ക്യാപിറ്റൽ, സിമ്പിൾസ് സ്പെഷ്യൽ സിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ S ഇട്ട് കൊടുക്കും. ദെൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യാണ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് എ കൊടുക്കുന്നത്. ഓക്കെ, എ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്, ആദ്യം ലോവർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, ദെൻ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, നമ്പർ ഉണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് ഈ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം മോഡാണ്. മോഡ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ മോഡ്, ഇതാണ് മോഡ്, അറ്റാക്കിംഗ് മോഡ്. അത് നമ്മൾ മെത്തേഡാണ്, മെത്തേഡിന്റെ നമ്പറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഹാഷ് കാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈഫറിന്റെ മോഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. cat -show then #4. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഇവിടെ നോക്കിയത് എന്താണ്, നേരത്തെ നമ്മൾ ഹാഷ് ഐ ഡി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഹൈദി വെച്ചിട്ട് ചെക്ക് ചെയ്ത പോലെ ഏത് മെത്തേഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ #-show #4 കൊടുത്തു. അപ്പൊ #4 എന്താണ്, ഇതിൽ ഏതോ ഒരു മെത്തേഡാണ് #4. നമ്മൾ ഹൈദി വെച്ച് നോക്കിയപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ബി ക്രിപ്റ്റ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഹൈദി വെച്ച് കൊടുത്ത സമയത്തും ഹൈദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ്, ബി ക്രിപ്റ്റ് ആണെന്നുള്ളതും. ദെൻ ഹാഷ് കാറ്റിൽ ഏത് കോഡാണെന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, 3200. സോ അതേ കോഡ് നിങ്ങൾക്ക് ഇവിടെയും കാണാം, 3200. ഇതാണ് നമ്മളുടെ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഷ് കാറ്റ് -m 3200 -a അറ്റാക്കിംഗ് മോഡ് വേർഡ് ലിസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുകയാണ്. സോ 0 അതാണ് നമ്മൾ അറ്റാക്കിംഗ്, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. വേർഡ് ലിസ്റ്റ് നേരിട്ട് എടുത്താൽ മതി. ദെൻ നമ്മൾ ഫയലിന്റെ പേര് കൊടുക്കുന്നു. ഫയലിന്റെ പേര് എന്താണ്, #4 എന്നുള്ളതാണ്. ദെൻ നമുക്കൊരു വേർഡ് ലിസ്റ്റ് വേണം. വേർഡ് ലിസ്റ്റ് ആരാണ്, നമുക്ക് OQ.txt എടുക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കമാൻഡ്. ദെൻ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇൻഡിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് വേർഡ് ലിസ്റ്റ്, യെസ്, ദിസ് ടൈപ്പ് ഓഫ് ഹാഷ് ക്യാൻ ടേക്ക് എ വെരി ലോങ് ടൈം ടു ക്രാക്ക്. ഇത് ക്രാക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, OQ.txt ഒന്ന് റെഡ്യൂസ് ചെയ്യണം, അതിന്റെ സൈസ് ഒന്ന് കുറക്കണം. സൈസ് ഒന്ന് കുറച്ചിട്ട് എത്ര ലെറ്റേഴ്സ് ആക്കി എടുക്കണം എന്നിവിടെ പറയുന്നുണ്ട്, 4 ലെറ്റേഴ്സ് ആക്കി എടുക്കണം.
നമുക്ക് ഇവിടുത്തെ സ്റ്റാറിന്റെ എണ്ണം കണ്ടു കഴിഞ്ഞാലും ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ അപ്പോൾ സ്റ്റാർ ഉണ്ടാവും. അതിന്റെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 4 ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ അവിടെ പറയുന്നുണ്ട് 4 ക്യാരക്ടേഴ്സ് ആക്കി എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട അതാണ്. roq.txtനെ നമ്മൾ 4 ക്യാരക്ടർ ഉള്ള വേർഡാക്കി മാറ്റണം. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് AWK. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? roq.txt നമ്മൾ നേരത്തെ കണ്ടതാണ്. roq.txt എന്ന് പറയുന്ന ഈ വേർഡ് ലിസ്റ്റിന്റെ അകത്ത് ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതിൽ മിക്ക വേർഡ്സുകളും എന്താണ് 4ൽ കൂടുതലൊക്കെ ക്യാരക്ടർ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ 4 ലെറ്റേഴ്സ് ഉള്ളത് മാത്രം മതി എന്നുള്ളത് പറയണം. സോ അതിനൊരു പുതിയൊരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം? ഇപ്പം ഈ ഒരു കമാൻഡ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അത് തന്നെ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വേറെ ഒരു ഫോൾഡർ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ AWK നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന കമാൻഡ് എന്താണ്? AWK നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AWK ലെങ്ത് ഓഫ്, ഓക്കെ, ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ $0 $0 ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. 4 അക്കുള്ളത് മാത്രം മതി, 4 ലെറ്റേഴ്സ് ഉള്ളത് മാത്രം മതി. ഇതിലും പല രീതിയിലുള്ള ലെറ്റേഴ്സ് 8 എണ്ണുള്ളതുണ്ട്, 5 ക്യാരക്ടർ ഉള്ളതുണ്ട്, 6 ക്യാരക്ടർ ഉള്ളതുണ്ട്, 7, 8 ഒക്കെ ക്യാരക്ടർ ഉള്ള വലിയ വലിയ ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് 4 ക്യാരക്ടർ ഉള്ളത് മാത്രം മതി എന്ന് കാണിക്കാനാണ് അത്. നമ്മൾ ആ വേർഡ് ലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കും. അതേതാണ്? roq.txt. അതിനെയാണ് എന്താക്കേണ്ടത്? അതിന്റെ ഔട്ട്പുട്ട് എവിടേക്കാണ് സേവ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന ഫോൾഡറിലേക്ക്, ആ ഒരു ഫോൾഡറിലേക്കാണ് ഔട്ട്പുട്ട് സേവ് ആവേണ്ടത്. ഫയൽ നെയിം കൊടുക്കണം roq.txt. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്താൽ പോരെ. ദെൻ നമ്മൾ പാത്ത് കൊടുക്കുന്നു. roq.txt. ഓക്കെ, ഇനി നോക്കാം. .txt അവിടെ ഉണ്ടായി. ദെൻ ഉള്ള വേർഡ്സുകളൊക്കെ നോക്കാം. ഒക്കെ എന്താണ്, 4 അക്ക വേർഡ്സുകളാണ്, അല്ലെങ്കിൽ 4 ലെറ്റേഴ്സ്, 4 ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. ഓക്കെ, നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ ഇത് ക്രാക്ക് ചെയ്യുന്നു. തൊട്ട് മുന്നേ നമ്മൾ കൊടുത്ത മെത്തേഡ് വെച്ച് ഏതായിരുന്നോ, #cat. ഓക്കെ, ഇതെല്ലാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ വേർഡ് ലിസ്റ്റ് നമ്മളുടെ ഫോൾഡറിൽ തന്നെയാണുള്ളത്. സോ ഏതാണ്, roq.txt. എൻ്റർ അടിച്ചു. ദെൻ ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താണ്, ക്രാക്ക് ചെയ്തതാണ്. സോ -ഷോ നമ്മൾ ജോൺ ദ റിപ്പറിൽ കണ്ട പോലെ തന്നെ ഇവിടെയുണ്ട്. -ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്താന്നുള്ളത് ഓൾറെഡി ക്രാക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും, ആ വേർഡ് ലിസ്റ്റിൽ നിന്ന് ഇവിടെ അറ്റാക്ക് നടത്തിയിട്ട് ഫൈനലി അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരും. ഓക്കെ, ഇവിടെ ഞാനത് ഓൾറെഡി ക്രാക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് വന്നത്, എനിക്കിവിടെ -ഷോ എന്ന് കൊടുക്കേണ്ടി വന്നത്.